Hi, welcome to Tools Academy, providing specialized coaching for NET, SET, KTET exams. കഴിഞ്ഞ സെറ്റ് എക്സാം അതായത് 14/8/2021 നടന്ന സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത്തിരി ഡിഫിക്കൽട്ടായിരുന്നു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ടൂൾസ് അക്കാഡമിയിൽ സെറ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമെറ്റിക്സ്, ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, കോമേഴ്സ് എന്നീ സബ്ജക്റ്റുകളാണ്. അതുകൂടാതെ തന്നെ പേപ്പർ 1 ജനറൽ പേപ്പറിൻ്റെ കോച്ചിങ്ങും അവൈലബിൾ ആണ്. ചേരാൻ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേണിൽ വന്നതായിട്ടുള്ള ചേഞ്ചസ് എങ്ങനെയാണ് എന്നൊന്ന് അനലൈസ് ചെയ്യാം. ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് 2 ടേബിൾ കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 3-4 വർഷക്കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവന്നതായിട്ടുള്ള പാറ്റേൺ ആണ്. പിന്നീട് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ 14/8/2021 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതായിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പം രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ വർഷക്കാലത്തെയും ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം മാറ്റമൊന്നുമില്ല, ഡ്യൂറേഷന് മാറ്റമൊന്നുമില്ല, കവർ ചെയ്ത യൂണിറ്റ്സിന് മാറ്റമൊന്നുമില്ല. ടോട്ടൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 120 ക്വസ്റ്റ്യൻസ് ആണ്. അനുവദിച്ചിരിക്കുന്ന സമയം 120 മിനിറ്റ്സ് ആണ്. കൊമേഴ്സിൻ്റെ മൊത്തത്തിലുള്ളത് 6 യൂണിറ്റ്സ് ആണ്. ഈ 6 യൂണിറ്റുകളും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇനി യൂണിറ്റ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷക്കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് ക്വസ്റ്റ്യൻസിന് കൊടുത്തിരിക്കുന്നത്. 6 യൂണിറ്റിൽ നിന്ന് ഓരോ യൂണിറ്റിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ 120 ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. എന്നാൽ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ അതിനൊരു ചേഞ്ച് ഉണ്ട്. ഓരോ യൂണിറ്റിൽ നിന്നും 20 ക്വസ്റ്റ്യൻസ് വീതമല്ല ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന്, അതായത് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിന്ന് 16 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ 16 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. യൂണിറ്റ് 2ലേക്ക് വരികയാണെങ്കിൽ ബിസിനസ് എൻവയോൺമെൻറ്റ് പോളിസി ആൻഡ് MIS എന്ന യൂണിറ്റിൽ നിന്നും 22 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതിൽ നിന്ന് 19 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 4 എടുത്ത് നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സിൻ്റെ യൂണിറ്റിൽ നിന്നും 26 ക്വസ്റ്റ്യൻസ്, 6 ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്. 26 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 5ലേക്ക് വരുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. അതിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. അതിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 6 എടുത്ത് നോക്കുമ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. അതിൽ നിന്നും 17 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് യൂണിറ്റ് 4ൽ നിന്നാണ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സിൽ നിന്നാണ്. ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നാണ്. 16 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ മൊത്തത്തിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പ്രോബ്ലംസ് ഒരുപാട് കുറവാണ്. സാധാരണ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നിന്നും അതേപോലെ അക്കൗണ്ടിങ് പോർഷൻസിൽ നിന്നൊക്കെ പ്രോബ്ലംസ് വരാറുണ്ട്. പക്ഷേ ഇത്തവണ നമുക്കത് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രോബ്ലംസ് വളരെ കുറവായിരുന്നു. തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റേത്. അപ്പോൾ ഇനി നമുക്ക് യൂണിറ്റ് വൈസ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ കണ്ടു സാധാരണയായിട്ട് ഒരു യൂണിറ്റിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണത്തെ സെറ്റ് എക്സാമിന് കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നും നമ്മൾ കണ്ടു. ഇനി അതിനെ നമ്മൾ യൂണിറ്റ് വൈസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. ഇതിൽ നിന്നും ഇത്തവണ 16 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സാധാരണ 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സ്ഥാനത്ത് ഇത്തവണ 16 ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു യൂണിറ്റിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇനി ഈ യൂണിറ്റിനെ മൊഡ്യൂൾ വൈസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ, സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, മോഡേൺ മാനേജ്മെൻറ്റ് ടെക്നിക്സ്, ഇത്രയും അടങ്ങുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് സാധാരണ 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും ചോദിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾക്ക് ചോദിച്ച 16 ക്വസ്റ്റ്യൻസിൻ്റെ പകുതിയും വന്നിട്ടുള്ളത് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ്. 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്.
സാധാരണയായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് കൂടുതലും കണ്ടുവരുന്ന ചോദ്യങ്ങൾ സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സിൽ നിന്നും പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്നുമാണ്. സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സിൽ ഹ്യൂമൻ റിലേഷൻ സ്കൂൾസ്, അതായത് എൽട്ടൺ മായോയെ പറ്റിയും അതേപോലെ ഹോത്തോൺ സ്റ്റഡീസിനെ പറ്റിയുമുള്ള ചോദ്യങ്ങൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. പക്ഷേ ഇത്തവണ അതിനെ മൊത്തത്തിൽ ഇഗ്നോർ ചെയ്തതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ഡെസിഗ്നേഷൻസും സ്റ്റേറ്റ്മെൻറ്റ്സും ആണ്. ഡെസിഗ്നേഷൻസ് എന്ന് പറയുമ്പോൾ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്, ഫൗണ്ടർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ബൈ റിസൾട്ട്സ് എഴുതിയത് ആരാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഇസ് എ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ബൈ അതേഴ്സ്, ഇതാരാണ് പറഞ്ഞിട്ടുള്ളത്. നോവിങ് എക്സാക്ട്ലി വാട്ട് യു വോണ്ട് മെൻ ടു ഡു ആൻഡ് സീ ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ആരുടേതാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് മൊഡ്യൂള് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കമ്മ്യൂണിക്കേഷൻ എന്നീ ടോപ്പിക്കുകളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. അതിൽ നിന്ന് സാധാരണ 3 to 6 ക്വസ്റ്റ്യൻസ് വരെയാണ് വരാറ്. ഇത്തവണ പതിവ് പോലെ 5 ക്വസ്റ്റ്യൻസ് ആ മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ്, സ്റ്റാഫിംഗ്, പ്ലാനിംഗ്, മോട്ടിവേഷൻ, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൽ ഇഗ്നോർ ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് പ്ലാൻസ്, കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് പ്ലാൻസിൽ നിന്ന് ഒരെണ്ണമെങ്കിലും ചോദിക്കാറുണ്ട്, പക്ഷേ ഇത്തവണ അതിൽ നിന്നൊരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നില്ല. അതുപോലെ മോട്ടിവേഷണൽ തിയറീസ് മൊത്തത്തിൽ ഇഗ്നോർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മക്ലെലൻഡിൻ്റെ 3 നീഡ്സ് തിയറി ചോദിച്ചിരുന്നു, മറ്റൊന്നും തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് സ്ട്രെസ് ചെയ്ത് ചോദിച്ചു എന്ന് പറയാനായിട്ട് ഒരു ഏരിയയും നമുക്കിവിടെ ഇല്ല. മൊഡ്യൂൾ 3യിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 3യിൽ ഉൾപ്പെടുന്ന ടോപ്പിക്സ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഗ്രൂപ്പ് ഡൈനമിക്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ്, അതായത് പെർസെപ്ഷൻ, ലേണിംഗ് തിയറീസ്, ബിഹേവിയർ, പേഴ്സണാലിറ്റി, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മൊഡ്യൂൾ 3യിൽ ഉൾപ്പെടുത്താറുണ്ട്. സാധാരണ മൊഡ്യൂൾ 3യിൽ നിന്നും 3 to 5 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത്തവണ മൊഡ്യൂൾ 3യിൽ നിന്നും ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ട പ്രത്യേകമായിട്ടുള്ള കാര്യം. മൊഡ്യൂൾ 3യിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു മൊഡ്യൂളിനെ ഇഗ്നോർ ചെയ്ത് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. മൊഡ്യൂൾ 4 and 5 സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്ത് വരുന്ന 2 മൊഡ്യൂൾസാണ്. ഈ 2 മൊഡ്യൂൾസിൽ നിന്നുകൂടി 6 to 7 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസാണ് മൊഡ്യൂൾ 4 and 5. പക്ഷേ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ 2 മൊഡ്യൂൾസിൽ നിന്നുകൂടി ചോദിച്ചിട്ടുള്ളൂ. ആ 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്, മിഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തേത് ടേൺ അറൗണ്ട് സ്ട്രാറ്റജീനെ പറ്റി, സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ടേൺ അറൗണ്ട് സ്ട്രാറ്റജീനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നീട് ചോദിച്ചിട്ടുള്ളത് മൈക്കൽ പോർട്ടറിൻ്റെ 5 ഫോഴ്സ് മോഡലാണ്. അത് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ട് അവർ ഒരു പെൻറ്റാഫോഴ്സ് മോഡൽ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ 5 ഫോഴ്സ് മോഡൽ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോൺസെപ്റ്റാണ്. പെൻറ്റാഫോഴ്സ് മോഡൽ എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ പേര് മാറ്റി ചോദിച്ചത്. പക്ഷേ ഇതിൽ നിന്ന് ചോദിച്ച 3 ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമുള്ളതായിരുന്നു. അവരിനി ഇഗ്നോർ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെ ഓൾട്ടർനേറ്റീവ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈവേഴ്സിഫിക്കേഷൻ, ഇൻറ്റഗ്രേഷൻ, ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. അതുപോലെ എൻവയോൺമെൻറ്റ് അനാലിസിസ് ടെക്നിക്സ്, സ്വോട്ട് അനാലിസിസ്, അങ്ങനെയുള്ള ടെക്നിക്സുകൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ BCG മെട്രിക്സ്, എല്ലാ വർഷവും ചോദ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഏരിയയാണ് BCG മെട്രിക്സ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളും ഇത്തവണ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് ബിസിനസ് എൻവയോൺമെൻറ്റ് പോളിസി ആൻഡ് MIS ആണ്. ഇതിൽ നിന്നും ഇത്തവണ 22 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സാധാരണ 20 ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട സ്ഥാനത്ത് ഇത്തവണ 22 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് 2 ചോദ്യങ്ങൾ എക്സ്ട്രാ ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ മൊഡ്യൂൾ വൈസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. വളരെ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1. സാധാരണ 1 to 3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചു കാണാറുള്ളൂ. പക്ഷേ ഇത്തവണ
5 ക്വസ്റ്റ്യൻസ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ചോദിച്ച ചോദ്യങ്ങളെല്ലാം എളുപ്പമുള്ളതും അതേപോലെ കോമൺ ആയിട്ട് ചോദിച്ചു വരുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 1ൽ നിന്ന് 5 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എല്ലാം എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതായിട്ടുള്ള ടോപ്പിക്സ് ഇക്കണോമിക്സ് അതേപോലെ തന്നെ ഇന്ത്യൻ ഇക്കണോമി റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ ക്വസ്റ്റ്യൻസും ആണ് മൊഡ്യൂൾ 2ൽ ചോദിക്കുക. അതിൽ നിന്ന് സാധാരണ 8 to 12 ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത്. പക്ഷേ ഇത്തവണ 7 ക്വസ്റ്റ്യൻസ് മാത്രമേ മൊഡ്യൂൾ 2ൽ നിന്ന് വന്നിട്ടുള്ളൂ. സാധാരണ 8 to 12 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ചോദിച്ചിട്ടുള്ളത് 7 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതിൽ ഫിസ്ക്കൽ പോളിസി, ന്യൂ ഇക്കണോമിക് പോളിസീസ്, GDP, അതേപോലെ കമ്പനീസ് ആക്ട്, പ്ലാനിംഗ് കമ്മീഷൻ, ഡിമാൻഡ് അനാലിസിസ്, ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് വന്നത്. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കാണാത്ത ഇത്തവണ മാത്രം കണ്ടതായിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് സെക്ഷൻ 135 ഓഫ് കമ്പനീസ് ആക്ട് ചോദിച്ചിരുന്നു. കമ്പനീസ് ആക്ട് അധികം ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ സെക്ഷനാണ് ഇത്തവണ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റെസിപ്രോക്കൽ ഡിമാൻഡിൻ്റെ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഈ ഒരു ടോപ്പിക്ക് ഇതുവരെയും സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല. കഴിഞ്ഞൊരു 5-6 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇതുവരെയും ചോദിച്ചിട്ടില്ല. പുതിയതായിട്ട് വന്ന ഒരു ചോദ്യമാണ്, പുതിയതായിട്ട് വന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ഡിമാൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം മൊഡ്യൂൾ 2നെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് എടുത്തു പറയാനുള്ളത്. ഒരു 2 ചോദ്യങ്ങൾ കോമൺ അല്ലാത്ത ഒരു 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മൊഡ്യൂൾ 3 and 4. 3 and 4 എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതായിട്ടുള്ള ടോപ്പിക് ഇൻ്റർനാഷണൽ ബിസിനസ്സും ഇൻ്റർനാഷണൽ ഫിനാൻസും ആണ് ഈ 2 മൊഡ്യൂൾസിലും പറയുന്നത്. അപ്പം ഇതിൽ നിന്ന് സാധാരണ 2 to 7 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത്തവണയും 7 ക്വസ്റ്റ്യൻസ് ഈ മൊഡ്യൂൾസിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിലവർ കൂടുതൽ സ്ട്രെസ് ചെയ്തതായിട്ടുള്ള 2 ഏരിയാസ് ഉണ്ട്. ഒന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, 2 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻറ്റഗ്രേഷൻസ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഹോട്ട് മണി, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം വന്നിരുന്നു. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് FDIയുടെ ഭാഗത്തു നിന്നും അതുപോലെ കൺസോളിഡേറ്റഡ് FDI പോളിസിയും ചോദിച്ചിരുന്നു. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻറ്റഗ്രേഷൻസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതുപോലെ സാർക്ക്, ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ഏരിയാസാണ് ഇത്തവണ അവർ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇഗ്നോർ ചെയ്യപ്പെട്ടു എന്ന് പറയാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാ വർഷങ്ങളിലും ഒരുപോലെ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങളെന്ന് ആ ഭാഗത്തു നിന്ന് എടുത്തു പറയാനുള്ളത് ഈ പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും തന്നെയാണ്. പിന്നെ പ്ലാനിംഗ് കമ്മീഷനിൽ നിന്നൊരു ചോദ്യം സാധാരണ ചോദിച്ച് കാണാറുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. പക്ഷേ ഇത്തവണ ഏതായാലും അത് ചോദിച്ചിട്ടില്ല. പിന്നെ മൊഡ്യൂൾ 5ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അതിൽ നിന്ന് 3 to 5 ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ഇത്തവണയും 3 ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 4th യൂണിറ്റ് ആണ്. 4th യൂണിറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. സാധാരണ 20 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സ്ഥാനത്ത് ഇത്തവണ 26 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിട്ടുള്ളത്. 6 ചോദ്യങ്ങൾ എക്സ്ട്രാ ഈ ഒരു യൂണിറ്റിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനെ നമ്മൾ മൊഡ്യൂൾ വൈസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ആണ് ഇതിനെ അനലൈസ് ചെയ്യുക. അതായത് ഫസ്റ്റ് 2 മൊഡ്യൂളിൽ റിസർച്ച് മെത്തഡോളജിയാണ് ടോപ്പിക്. 3rd മൊഡ്യൂളിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് വരുന്നത്. 4th 5th മൊഡ്യൂൾസിൽ ഓപ്പറേഷൻസ് റിസർച്ച് ആണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ടോപ്പിക് വൈസ് അനലൈസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് 2 മൊഡ്യൂൾ അതായത് റിസർച്ച് മെത്തഡോളജിയുടെ ഭാഗത്തു നിന്നും സാധാരണ 6 മുതൽ 9 ചോദ്യങ്ങൾ വരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത്തവണ 10 ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇത്തവണ 10 ചോദ്യങ്ങളാണ് റിസർച്ച് മെത്തഡോളജിയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ തന്നെ കൂടുതലും വന്നിട്ടുള്ള ചോദ്യങ്ങൾ റിസർച്ച് ടൈപ്സ്, റിസർച്ച് ഡിസൈൻ, സാമ്പിളിംഗ് ടെക്നിക്സ്, ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. കൂടുതൽ സ്ട്രെസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏരിയാസ് ഇതാണ്. റിസർച്ച് ടൈപ്സ്, അതേപോലെ തന്നെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അതുപോലെ സാമ്പിളിംഗ് ടെക്നിക്സ്. പിന്നീട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്നാൽ ഇത്തവണ ഇഗ്നോർ ചെയ്യപ്പെട്ടിട്ടുള്ള ടോപ്പിക് എന്ന് പറയാനായിട്ടുള്ളത് സ്കെയിലിംഗ് ആൻഡ് മെഷർമെൻറ്റ്. ഇതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. എല്ലാ വർഷവും ഒരു ചോദ്യമെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതായിരുന്നു. പക്ഷേ ഇത്തവണ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനെ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. അടുത്തത് മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മെയിൻ ടോപ്പിക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും അതേപോലെ പ്രോബബിലിറ്റിയുമാണ്.
സാധാരണ ഇതിൽ നിന്നും 6 to 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത്തവണ 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. കൂടുതൽ അവർ സ്ട്രെസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയയാണ്. പക്ഷേ സാധാരണ കണ്ടുവരുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ, വേരിയൻസ്, മോഡ്, മീഡിയൻ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് വരാറുണ്ടായിരുന്നു. ഇത്തവണ ഈ രീതിയിൽ ഒരു പ്രോബ്ലംസും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടില്ല. അതേപോലെ തന്നെ പ്രോബബിലിറ്റിയുടെ തിയറി പാർട്ട് സാധാരണ പ്രോബബിലിറ്റിയിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഒരു തിയറിയും ഒരു പ്രോബ്ലവുമാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഒരു പ്രോബ്ലം മാത്രം വന്നിട്ടുള്ള കേസും ഉണ്ട്. ഇത്തവണ ഒരു പ്രോബ്ലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തിയറി പാർട്ട് ഉണ്ടായിരുന്നില്ല. ചോദിച്ചതായിട്ടുള്ള പ്രോബ്ലത്തിലും ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ പ്രോബ്ലമാണ് ചോദിച്ചത്. സാധാരണ കണ്ടുവരുന്നത് പോലെ എളുപ്പമായിട്ടുള്ള ചോദ്യമല്ല, ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ചോദ്യമാണ് പ്രോബബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. അടുത്ത മൊഡ്യൂൾ 4 and 5 ഓപ്പറേഷൻസ് റിസർച്ച് ആണ് ഇതിവിടെ മെയിൻ ടോപ്പിക്കായിട്ട് വരുന്നത്. സാധാരണ 4 മുതൽ 6 ചോദ്യങ്ങൾ വരെയാണ് ഈ ഒരു 2 മൊഡ്യൂൾസിൽ നിന്നുകൂടി ചോദിക്കാറ്. ബാക്കി 2 മൊഡ്യൂൾസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഈ മൊഡ്യൂൾസിൽ നിന്ന് സാധാരണ വരാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ 8 ചോദ്യങ്ങൾ ഈ 2 മൊഡ്യൂൾസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻസ് റിസർച്ചിൻ്റെ ഭാഗത്തു നിന്ന് 8 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് ഇമ്പോർട്ടൻസ് വളരെയധികം നൽകിക്കൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്തവണത്തേത്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളെന്ന് പറയാൻ നമുക്ക് ക്യൂവിങ് തിയറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അസൈൻമെൻറ്റ് പ്രോബ്ലംസിൽ നിന്നുള്ള ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ഏകദേശം എല്ലായിടത്തും ടച്ച് ചെയ്ത് പോയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. സാധാരണ നമുക്ക് കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നിന്നും LPPയിൽ നിന്നും നെറ്റ്വർക്ക് അനാലിസിസിൽ നിന്നും മാത്രമാണ് നമുക്ക് ചോദ്യങ്ങൾ കണ്ടുവന്നിട്ടുള്ളത്. ബാക്കി ഏരിയാസിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്ന ഒരു ട്രെൻഡായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓപ്പറേഷൻസ് റിസർച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് നോക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളതും. അതിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ഒരു അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ യൂണിറ്റിൽ നിന്നും ഈക്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 20 ഈച്ച് ആയിരുന്നു എല്ലാ യൂണിറ്റിൽ നിന്നും വന്നിരുന്നത്. പക്ഷേ ഈ ഒരു കഴിഞ്ഞ എക്സാമിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓരോ യൂണിറ്റിൽ നിന്ന് ഈക്വൽ ആയിട്ടല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിറ്റ് 3 എടുക്കുകയാണ്, ഫൈനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അപ്പം ഇതിൽ നമുക്ക് കവർ ചെയ്യാനുള്ള 5 മൊഡ്യൂൾസ് ആണ് ഉള്ളത്, മൊഡ്യൂൾ 1 to 5. അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്, ചേഞ്ചസ് വന്നേക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കി പോകാം. അപ്പോൾ മൊഡ്യൂൾ 1 and 5, മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കാര്യങ്ങളാണ് മൊഡ്യൂൾ 1. ആൻഡ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് ഈ 2 മൊഡ്യൂൾസ് കമ്പൈൻ ചെയ്താൽ ഇതിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ആണ് റീസെൻ്റ് ആയിട്ട് വന്നിരുന്നത്, റീസെൻറ്റ് പേപ്പറിൽ. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റിലേറ്റ് ചെയ്തിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇയർ ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ് അമാൽഗമേഷൻ്റെ കേസിൽ, അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺവെൻഷനിൽ കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ ആയിരുന്നു ചോദിച്ചിരുന്നത്. ആൻഡ് സിമ്പിളായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ, മാത്സ് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ IFRS ടോട്ടൽ നമ്പർ എത്രയായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നത്. IFRS 9 ഒക്കെ ആയിരുന്നു പ്രീവിയസ് ഇയറിൽ ചോദിച്ച് കണ്ടിരുന്നത്. ഇതാണ് ടോട്ടൽ നമ്പറാണ് ചോദിച്ചത്. ആൻഡ് മൊഡ്യൂൾ 2, 3, 4 ഇത് റിലേറ്റ് ചെയ്ത് 12 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും വാല്യുവേഷൻ ഓഫ് ഷെയർസ്, ഗുഡ് വില്ല് ഇതായിരുന്നു കൂടുതൽ ചോദിച്ചിരുന്നത്, ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് മാത്സ് ദ ഫോളോയിങ് ആയിരുന്നു, ഷെയർ പ്രീമിയം, സെക്യൂരിറ്റീസ് പ്രീമിയം, അത് കുറച്ച് മാച്ച് ചെയ്യുക, ഏതാണോ കുറച്ച് ഐറ്റംസ് ആയിരുന്നു മാച്ച് ചെയ്യുക. അതുപോലെ തന്നെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് മെത്തഡ് മൊഡ്യൂൾ 2 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിരുന്നു, അത് റിലേറ്റ് ചെയ്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചോദിച്ചു. അതുപോലെ തന്നെ പർച്ചേസ് കൺസിഡറേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം യൂണിറ്റ് 3യിൽ നിന്ന് ഓവറോൾ 19 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, യൂണിറ്റ് 3 ഫൈനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അതിൽ മൊഡ്യൂൾ 1 and 5 റിലേറ്റ് ചെയ്തിട്ടാണ് 7 ക്വസ്റ്റ്യൻസ് ആൻഡ് മൊഡ്യൂൾ 2, 3, 4 ഇത് റിലേറ്റ് ചെയ്ത് 12 ക്വസ്റ്റ്യൻസും ആയിരുന്നു ചോദിച്ചിരുന്നത്. ഓക്കെ, ഇനി യൂണിറ്റ് 6 റിലേറ്റ് ചെയ്ത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഇത് റിലേറ്റ് ചെയ്തും 5 മൊഡ്യൂൾസ് ആണ് കവർ ചെയ്യാനുണ്ടായിരുന്നത്. ആൻഡ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ട്രെൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ 1ൽ നിന്നും 4 ക്വസ്റ്റ്യൻസും മൊഡ്യൂൾ 2 and 3 റിലേറ്റ് ചെയ്ത് 6 ക്വസ്റ്റ്യൻസ് ആൻഡ് മൊഡ്യൂൾ
4 and 5 റിലേറ്റ് ചെയ്ത് 7 ക്വസ്റ്റ്യൻസും ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് 17 ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. ടോട്ടൽ 20 വന്നുകൊണ്ടിരുന്നതാണ് 17 ആയി കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ റീസെൻറ്റ് പേപ്പർ വെച്ച് നോക്കിയാൽ. ആൻഡ് സ്ട്രെസ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1 റിലേറ്റ് ചെയ്ത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് അതും തന്നെ അതിൽ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ മാത്സ് ദ ഫോളോയിങ്സ് എക്സാമ്പിൾസ് ആയിരുന്നു. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ ഓരോ മെത്തേഡിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാത്സ് ദ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. ആൻഡ് 2 and 3 റിലേറ്റ് ചെയ്തിട്ട് മേജറായിട്ട് കോസ്റ്റ് കൺട്രോൾ ആൻഡ് റിഡക്ഷനിൽ ടെക്നിക്സിൽ ഇൻവെൻട്രി കൺട്രോളും ലേബർ കോസ്റ്റ് കൺട്രോളും ആയിരുന്നു ഫോക്കസ്ഡ് ഏരിയ. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറച്ച് വന്നിരുന്നത്. ആൻഡ് മൊഡ്യൂൾ 3 നിന്ന് കോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കോയിൻഡ് ബൈ ഹൂ. ആൻഡ് 4th and 5th മൊഡ്യൂളിലേക്ക് വരുവാണെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൻ്റെ ടെക്നിക്സിൽ ടൂൾസിൽ ക്യാഷ് ഫ്ലോ, അതുപോലെ തന്നെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ പ്രോബ്ലം ആൻഡ് റേഷ്യോ അനാലിസിസ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലാസ് ആയിരുന്നില്ല, ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. അതും മാത്സ് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസും ഫോർമുലാസും മാത്സ് ദ ഫോളോയിങ് റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 17 ക്വസ്റ്റ്യൻസ് ആയിരുന്നു.